ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റിലെ സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. ഞാൻ പൊതുവെ ചെയ്യാറുള്ള നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ അതിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് ചെയ്യാറാണ്. അപ്പോൾ നമ്മൾ ആ കൂടെ തന്നെ ഹാൻഡ് വാഷ് നടക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫേസിലിട്ടാലും ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് കഴിവെന്ന് നോക്കുക. നമ്മൾ കൈ കഴുകിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ അഴുക്കും അങ്ങനെ ഫേസിലാവും. പിന്നെ അത് പിമ്പിൾസൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ഫേസിൽ തേക്കുന്നതിന് മുന്നേ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ അങ്ങനെ തേക്കാവൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക. ഒരുപാട് ബലമൊന്നും അങ്ങനെ ഫേസിൽ കൊടുക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന നിറയെ പിമ്പിൾസൊക്കെ കുറവാകും. അതൊക്കെ മാറാനായിട്ടൊക്കെ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്ത് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗം നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറാനായിട്ട് വളരെ നല്ലതായിരിക്കും. ഒരുപാട് പിമ്പിൾസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നൈറ്റിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കിടക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അങ്ങനെ ഒരുപാട് ഡസ്റ്റൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഫേസിൽ നിറയെ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആവാനായിട്ട് നമ്മളിതുപോലെ കൃത്യമായിട്ട് ഫേസ് എല്ലാ ദിവസവും നമ്മൾ നൈറ്റിൽ ഇതുപോലെ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. നമ്മൾക്ക് ഫേസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഫേസ് വാഷ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതുപോലൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഫേസ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് സ്മൂത്തായിട്ടൊന്ന് വെള്ളം ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളം മാറാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു എന്ത് ക്രീമാണെങ്കിലും ആ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ആയി പോകും. അതുകൊണ്ട് ആ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം ഡ്രൈ ആയിട്ടേ ഇടാവുള്ളൂ. അപ്പോൾ അതുപോലെ ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും മോയ്സ്ചറൈസർ, അതിപ്പോൾ ഏതായാലും എല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ ആ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ആയിട്ട് ഫേസിൽ അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ആവും. നമ്മൾ ഒന്നിച്ചെടുത്തിട്ട് അങ്ങനെ തേക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഫേസിലെല്ലാ ഭാഗത്തും അങ്ങനെ കറക്റ്റായിട്ടൊന്നും നമ്മൾ ഇടുമ്പോൾ മോയ്സ്ചറൈസർ ആവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ഡോട്ടൊക്കെ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നന്നായിട്ട് അത് അപ്ലൈ ആവും കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് ലിപ് ബാം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ലിപ്പിൽ അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ലിപ് ബാം ഇല്ലെന്നാണെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ തൊലി പോലെ പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ടി പിടിച്ച് പറഞ്ഞതൊക്കെ റിമൂവ് ആവും. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്പ് കുറച്ചുകൂടി സ്മൂത്ത് ആവാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് റിമൂവ് ആക്കാനായിട്ടൊക്കെ ഇതുപോലെ ചെറിയ രീതിയിലുള്ള മസാജ് ലിപ് ബാം ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഞാൻ വൈറ്റമിൻ സിയുടെ ഒരു ചെറിയ സിറം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഫേസിലൊന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫേസിൽ എന്തായാലും മസാജ് ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചിട്ടൊക്കെ ആണെന്നാലും അത് ഇതുപോലെ നല്ല കെയർഫുള്ളായിട്ട് നമ്മളത് ചെയ്യുക കേട്ടോ. നമ്മൾ മസാജ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തിന് നമ്മൾ കുറേ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് കവിളാണെങ്കിലും മുകളിൽ നിന്ന് താഴത്തേക്ക് ആക്കിയിട്ട് വേണം നമ്മളങ്ങനെ മസാജ് ചെയ്യാനായിട്ട്. ഒരുപാട് താഴേക്ക് ഇങ്ങനെ കവിൾ തൂങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബോഡി ലോഷനും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോഡി ലോഷൻ നമ്മൾ കയ്യിൻ്റെ മുട്ടിലും നന്നായിട്ട് അങ്ങനെ 2 ഹാൻഡ്സിലും നന്നായി അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്കാകുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിട്ടുണ്ടാവും. ആ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ നൈറ്റ് ഇങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇടുന്ന മോയ്സ്ചറൈസർ നമ്മളിടുന്ന ബോഡി ലോഷൻ ഏതായാലും നമുക്ക് സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളത് നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് ഇടുക കേട്ടോ. പിന്നെ ഈ കൈൻ്റെ ഒരു മുട്ടിൻ്റെ ഭാഗവും അവിടെ ഇത്തിരി ഹാർഡായിട്ടുള്ള തൊലിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് വെച്ച് നന്നായിട്ട് ഇടുക കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് സ്കിന്നിലൊന്ന് പിടിക്കാനുള്ള ടൈം കിട്ടണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കണമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.